രാഹുൽ ഗാന്ധി വലിയ വിവരമുള്ള വ്യക്തിയാണ്. മെസ്സി വന്നപ്പോൾ മെസ്സിനോട് അദ്ദേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കാനായിട്ടുള്ള ഒരു കാലിബർ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് രാഹുൽ ഗാന്ധിനെ തന്നെ പ്രധാനമന്ത്രിയാക്കണം എന്നൊക്കെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ അറിയാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്നു. മുൻപ് മഹാത്മാഗാന്ധിയുടെ പേരിലായിരുന്നു ഈ പദ്ധതി, ഇപ്പൊ അതിന്റെ പേര് മാറ്റുന്നു എന്നതിനെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. സ്വാഭാവികമായിട്ടും ഗാന്ധിയുടെ സ്വന്തം ആൾക്കാരാണെന്നാണല്ലോ വെപ്പ്. അപ്പൊ അങ്ങനെ ഇവർ പ്രതിഷേധിച്ചിട്ട് ഈ ബില്ല് പാസ്സാക്കുന്ന സമയത്ത് ഇതിനെ പാസ്സാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ കോൺഗ്രസ് എംപിമാരും ഹാജരാകണമെന്ന് കോൺഗ്രസിന്റെ ചീഫ് വിപ്പ് പറയുന്നു, ഒരാൾ ഒഴികെ. അതായത് രാഹുൽ ഗാന്ധി അഥവാ ഭാവി പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം അമിത്ഷായുടെ ഇന്നൊരു ഡോസും മേടിച്ചിട്ട് ജർമ്മനിയിലേക്ക് ഓടിപ്പോയായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ എന്ത് ബില്ല് പാസ്സായാൽ എന്ത്, പാസ്സായില്ലെങ്കിൽ എന്ത്, ഗാന്ധിയെ എടുത്ത് കളഞ്ഞാൽ എന്ത്, വെച്ചാൽ എന്ത്, പുള്ളിക്ക് അതൊന്നും ബാധകമുള്ള കാര്യങ്ങളല്ല. ഇടയ്ക്ക് ഇങ്ങനെ വന്ന് എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയുന്നല്ലാതെ വേറെന്താണ് ഇയാൾ ചെയ്യുന്നത്? കഴിഞ്ഞ ദിവസം പുട്ടിനെ കണ്ടില്ല, കാണാനായിട്ട് സമ്മതിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞു. മെസ്സി വന്നപ്പോ അത്രയും സ്റ്റേഡിയത്തിന്റെ ഉള്ളിൽ എല്ലാരെയും പോലെ ഇയാളും പോയി കണ്ടു. അങ്ങനെ ആ പൂതിയും തീർത്തിട്ട് ജർമ്മനിയിലേക്ക് പോയി. അപ്പൊ കയ്യിൽ നിന്ന് പോയി. ഒരു ഔഷധ ഗുണമില്ലാത്ത ഈ മനുഷ്യനെ ഇനിയും താങ്ങി സമയം കളയാതെ ജനാധിപത്യപരമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണോ പെരുമാറേണ്ടത് അങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുമോ എന്ന് കോൺഗ്രസിനൊന്ന് ചിന്തിച്ച് നോക്കരുതോ?